ഈ രാവിലെ പ്രാർത്ഥനയ്ക്കായിട്ട് ആഗതരായിരിക്കുന്ന എല്ലാവരും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയും എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ രാവിലെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നെ നമ്മുടെ പ്രാർത്ഥനയിലുണ്ടായിരുന്നൊരു വ്യക്തി എന്നെ വിളിച്ചു. പാസ്റ്റർ, മിനിഞ്ഞാന്നത്തെ ആരാധന, ഞായറാഴ്ച ആരാധന ഞാൻ എൻ്റെ ഭവനത്തിലിരുന്നു കൊണ്ട് ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു പ്രത്യേക സാന്നിധ്യം എൻ്റെ മുറിയിൽ എൻ്റെ മേൽ ഇറങ്ങി വന്നു. ആ സാന്നിധ്യ നിമിത്തം എനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രാത്രി വളരെ വൈകുന്നത് വരെ ഞാൻ ആ സാന്നിധ്യത്തിനകത്തായിരുന്നു. ഭയങ്കരമായ സാന്നിധ്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്തൊരു സാന്നിധ്യം, ഇതുവരെ അനുഭവിക്കാത്തൊരു സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ മുറിയിൽ എൻ്റെ മേൽ തുറന്നു. ആ സാന്നിധ്യത്തിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് അതേ സാന്നിധ്യത്തിലാണ്. ആ സമയത്താണ് ദൈവദാസൻ ചില വാക്കുകൾ പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും ഞാൻ ആ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ് ഇത് അനേകർക്ക് വേണ്ടി തുറക്കുന്നൊരു സമയമാണ്. നമുക്ക് ഒരുമിച്ച് വെളിപ്പാട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇതൊരു സംതിങ് സ്പെഷ്യൽ, ഒരു പുതിയ സീസൺ ദൈവാത്മാവ് നമ്മുടെ നടുവിൽ വീണ്ടും നമുക്ക് വേണ്ടി, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തുറക്കുകയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു പുതിയ സീസൺ തുറക്കുന്നത്, ഒരു പുതിയ എറ തുറക്കുന്നത്? ഒരു ന്യൂ എറയാണ്, അതൊരു ന്യൂ എറയാണ്. എന്തുകൊണ്ടാണ് ദൈവാത്മാവ് തുറക്കുന്നത്? തുറക്കാൻ കാരണം കൃത്യമായ ദൈവവചനത്തിൻ്റെ റൂട്ട് നമ്മുടെ അകത്ത് തുറന്നു കിട്ടുകയാണ്. കൃത്യമായ ദൈവവചനത്തിൻ്റെ റൂട്ട് ദൈവാത്മാവ് നമുക്ക് തുറന്നു നൽകുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഫിലിപ്പിൻ്റെ കൈസരിൽ വെച്ച് അവനവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മരിക്കാൻ പോവുകയാണ്, മരിച്ച് അവൻ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, മിനിഞ്ഞാന്ന് പറഞ്ഞതാണ്. അവർക്ക് മരണത്തെക്കുറിച്ച് മനസ്സിലായി, അവർക്ക് ഉയർപ്പിനെ കുറിച്ച് മനസ്സിലായില്ല. അതുകൊണ്ട് പത്രോസ് അവനെ ശാസിക്കാൻ തുടങ്ങി, നീ മരിക്കരുത്. മരണത്തെക്കുറിച്ച് ഒരു വ്യക്തി, ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ഇവർക്ക് മനസ്സിലായി, കർത്താവ് മരിക്കും. പക്ഷെ ഒരു റിസറക്ഷൻ ലൈഫുണ്ട്, ഒരു പുനരുത്ഥാന ജീവിതമുണ്ട്. മരിക്കരുത് എന്ന് പത്രോസ് പറയാൻ തുടങ്ങി. എന്നാൽ 17-ാം അധ്യായത്തിലെ രൂപാന്തര മലയിലെ അനുഭവം കഴിഞ്ഞ ശേഷം ഇറങ്ങി വന്ന കർത്താവോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മരിച്ചവൻ്റെ ഇടയിൽ നിന്ന് ഉയർത്തി നിൽക്കും വരെ ഇത് നിങ്ങൾ ആരോടും പറയരുത്. ഏതാ? രൂപാന്തര മലയിൽ നിങ്ങൾ കണ്ട കാര്യം ആരോടും പറയരുത്. അപ്പോൾ അത്ര മഹത്വകരമായതാണ് ആ മലയിൽ നടന്നത്. പത്രോസ് ലേഖനത്തിൽ പറഞ്ഞു, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവ് അവൻ്റെ സാക്ഷികളുടെ മേൽ, അവൻ്റെ സാക്ഷികളാകാൻ നിങ്ങളുടെ മേൽ അവൻ്റെ മഹിമ തുറക്കാൻ പോവുകയാണ്. നമുക്ക് ഇന്നലെ കണ്ട അതേ വാക്യം തന്നെ കണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. 6 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം കർത്താവ് അവരെ ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ വാക്യം ഒന്ന് ഒരാൾ വായിക്കാമെങ്കിൽ വായിച്ചു. 2 വാക്യങ്ങൾ ഒരാളൊന്ന് വായിക്കാൻ മ്യൂട്ട് ചെയ്ത് വായിക്കാമെങ്കിൽ വായിച്ചു. ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അടുത്ത വാക്ക്, അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ഇത് അവന്റെ ആത്മാവിൽ നിന്ന്, അവന്റെ ശരീരത്തിനകത്ത് മറച്ചു വെച്ചിരുന്ന ദൈവമഹത്വം അവന്റെ സ്പിരിറ്റിൽ നിന്ന് ഓപ്പണായി അവനെ ആ മഹത്വം അവന്റെ ബോഡി അങ്ങ് മൂടുകയാണ്. സത്യത്തിൽ ഈ തലത്തിലല്ലേ ആദാം മഹത്വധാരിയായി ഏദൻ തോട്ടത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നത്? ദൈവത്തിന്റെ തേജസ് നിമിത്തം, ദൈവത്തിന്റെ തേജസ് ആദാമിൽ നിറഞ്ഞു നിന്നിരുന്നു. പാപത്താലാണ് ആ തേജസ് നഷ്ടപ്പെട്ടു പോയത്. നീതിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചപ്പോൾ ആദാമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മഹിമ വേണ്ടി ഒരുവന്റെ മേൽ നിറഞ്ഞു നിൽക്കുകയാണ്. 16-ാം അധ്യായത്തിൽ അവന് വെളിപ്പാട് കിട്ടിയത്, ക്രിസ്തു വെളിപ്പാട് കിട്ടിയത് പിതാവിൽ നിന്നാണ്. തൊട്ടു താഴെ
5-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിനെന്നൊരു ശബ്ദം കൂടെ ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കമിഴ്ന്നു വീണു. നിങ്ങൾ ആ സാഹചര്യം ഒന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് കൊണ്ടുവരുന്നുണ്ടോ? ഈ മലയുടെ മുകളിൽ, ഈ ഉയർന്ന മലയുടെ മുകളിൽ ശിഷ്യന്മാർ 3 പേർ നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവ് തേജസ്കരിക്കപ്പെടുന്നു, അല്ല രൂപാന്തരപ്പെടുന്നു. ആ സമയത്ത് ഹെവനിൽ നിന്ന് ഒരു മേഘം ഇറങ്ങി വരുന്നു. ആ മേഘത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. ഇനി നിങ്ങൾ ഇവന് മാത്രം ചെവി കൊടുത്താൽ മതി. ഇനി നിങ്ങൾ ഇവനെ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇവൻ ആരാണെന്നുള്ള വെളിപ്പാട് കിട്ടിയല്ലോ. ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള വെളിപ്പാട് നിങ്ങൾ പറഞ്ഞില്ലേ? ഇനി ഇവൻ പറഞ്ഞില്ലേ സഭ പണിയാൻ പോവുകയാണെന്ന്? ഇവൻ പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന്? ഇവൻ പറഞ്ഞില്ലേ ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ചതിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിവസവും എന്നെ പിൻപറ്റട്ടെ എന്ന്? ഇവൻ പറഞ്ഞില്ലേ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് വരെ മരണം ആസ്വദിക്കാത്ത ചിലർ ഇതിന്റെ നടുവിൽ നിൽക്കുന്നുണ്ടെന്ന്? നിങ്ങൾ ഇവനെ മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവന് മാത്രം ചെവി കൊടുക്കുക. ഞാൻ അപ്പൊ അത് ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ ഇവനെ മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവന് ചെവി കൊടുക്കുക. ഉയർന്ന മലയിലേക്ക് പോകുന്നവരുടെ പ്രത്യേകത, ഉയർന്ന മലയിലേക്ക് നിന്നെ അവൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇനി നീ അവന് മാത്രം ചെവി കൊടുക്കാനാണ്, അവന് മാത്രം ചെവി കൊടുക്കുക, അവൻ പറയുന്നത് മാത്രം കേൾക്കുക. ഞാൻ ആ പറഞ്ഞ പദങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാമെങ്കിൽ കേട്ടുകൊള്ളുക. ഉയർന്ന മലയിലേക്ക് വരുന്നവന്റെ പ്രത്യേകത, അവൻ ഉയർന്ന മലയിലേക്ക് അവനാണ് നമ്മെ കൊണ്ടുവരുന്നുവെങ്കിൽ നാം അവൻ പറയുന്നത് മാത്രം കേൾക്കാൻ തുടങ്ങും. മറ്റൊന്നും, ലോകത്തിന്റെ ശബ്ദങ്ങൾ, കുടുംബത്തിൽ മുഴങ്ങുന്ന ശബ്ദങ്ങൾ, ദേശത്ത് മുഴങ്ങുന്ന ശബ്ദങ്ങൾ, സഭയിൽ മുഴങ്ങുന്ന ശബ്ദങ്ങൾ, അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു, ഇതെല്ലാം നിന്നെ വിട്ടു മാറി കൃത്യമായി നീ കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ ഹിതത്തിനായി നീ രൂപാന്തരപ്പെട്ട് വരാൻ തുടങ്ങും. നമുക്കിന്ന് രാവിലെ അല്പനേരം കൂടെ പ്രാർത്ഥിക്കാം. ഇന്ന് അല്പനേരം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് അങ്ങനെ ദൈവശബ്ദം നിങ്ങളെ ആഴമായി കേൾപ്പിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ ശബ്ദം ദൈവാത്മാവ് നിങ്ങളെ ആഴമായി കേൾപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ കൃത്യമായ ദൈവശബ്ദം കേൾക്കുന്ന, കൃത്യമായി ദൈവാത്മാവ് നിങ്ങളെ ദർശനങ്ങളായി, വെളിപ്പാടുകളായി, ആഴമായ ദൈവപ്രവൃത്തിയായി. ഞാൻ ആ കാര്യം പറഞ്ഞില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ കടന്നു ചെന്ന വീട്ടിൽ ഞങ്ങൾ ജസ്റ്റ് മറ്റൊരു കാര്യത്തിനുവേണ്ടി പോയപ്പോൾ ആ വീട്ടിൽ അവർ വിളിച്ച് കയറിയതാണ്. ആ വീട്ടിൽ കയറിയപ്പോൾ ആ സിസ്റ്ററിനോട് പറയുകയാണ്, പാസ്റ്റർ, ഇന്നലെ മുതൽ ദൈവാത്മാവ് എന്നെ ദൈവത്തിന്റെ വചനം ദർശനത്തിലൂടെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കേൾക്കണം കേട്ടോ. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത, സ്നാനപ്പെട്ടിട്ടില്ലാത്ത സഹോദരി പറയുകയാണ്, പാസ്റ്റർ, ഇന്നലെ മുതൽ ദൈവാത്മാവ് രാത്രിയിൽ ദൈവത്തിന്റെ വചനം എന്നെ സ്വപ്നത്തിലൂടെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. സ്വപ്നത്തിലൂടെ എന്നോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നവനാണ്, കർത്താവ് നമ്മോട് ഇടപെടുന്നവനാണ്. ഇത് തുറക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഭവനത്തിൽ അങ്ങനത്തെ ഒരു റിലം ദൈവാത്മ തുറക്കുകയാണ്. ആ സിസ്റ്ററിന് പറയുകയാണ്, പാസ്റ്ററെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരാൾ എൻ്റെ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്ത് പഠിക്കണം? ആ പഠിക്കാൻ ഞാൻ പോകുമ്പോൾ അവിടെ എൻ്റെ മകനെ എന്ത് ചെയ്യണം, എൻ്റെ കൊച്ചിനെ എന്ത് ചെയ്യണം? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൽ സകല കാര്യങ്ങൾക്കും ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടത്, ഇതെല്ലാം കൃത്യമായി ദൈവാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ സംസാരിക്കാൻ തുടങ്ങും. നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനത്തെ തലം ഒന്ന് തുറന്നു വരാൻ പ്രാർത്ഥിക്കാം. നമുക്ക് തുറക്കും കേട്ടോ. പലരുടെ അകത്ത് ദൈവാത്മാവ് തുറക്കുന്നുണ്ട്. കൃത്യമായി ഞാൻ ആ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ കേൾക്കുന്നു. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ചില മിനിറ്റുകൾ മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അന്യഭാഷ ഒന്ന് പ്രാർത്ഥിച്ച് ഷഭ ഹസ്കന ലഗത്തുരാധന ഷസ്കനാദിനാദന ഈ സാന്നിധ്യം അനുഭവിച്ച് മാത്രം
മാത്രം ഇരിക്കരുത്. ഇതിന്റെ ഒരു ഹയർ റിലത്തിലേക്ക് നിങ്ങൾ കയറണം. ഇതിന്റെ ഒരു ഹയർ റിലത്തിലേക്ക് നിങ്ങൾ കയറണം. ഇതിനകത്ത് ദൈവാത്മാവിന്റെ ഇടപെടലുകളുണ്ട്. കൃത്യമായ ദൈവ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. കൃത്യമായ ദൈവിക ഇടപെടലുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ അറിയാം. എന്തു ചെയ്യണം, എവിടെ പോകണം, എങ്ങനെ പോകണം, എപ്പോൾ പോകണം, എന്ത് ചോദിക്കണം. നിങ്ങളുടെ ജീവിതം ലൈഫ് സ്റ്റൈൽ മുഴുവൻ മാറും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മുഴുവൻ ദൈവം മാറ്റും. ശപന റിബിനി ഘടകധന. നിങ്ങൾ കൃത്യമായി 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 നിർണയത്താൽ ജീവിക്കാൻ തുടങ്ങും. ലബത്തുരാധനാരഘടക പ്രൗഷസ്കനാദിരാധനാദന ലംദൽ പ്രൗഷമനഘടകധന വൈഷപ്രൗഢമനഘടകധനാദന വേദപ്രൗഢമനഘടകധന വൈഷസ്കനാദിന. ജീവിതത്തെ മുഴുവൻ തിരിക്കുന്ന, ജീവിതത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്ന, ജീവിതത്തെ മുഴുവൻ ജീവിതത്തിന്റെ അസ്ഥിരതകളെയും ജീവിതത്തിലെ കറക്കങ്ങളെയും ജീവിതത്തിലെ അത്തുൽ പ്രൗഢമനഘടകധന ജീവിതത്തിലെ ലക്ഷ്യമില്ലാത്ത യാത്രകളെയും തിരിക്കുന്ന ദൈവിക ഇടപെടലുകൾ വെളിപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇടപെടുന്ന ദൈവിക ഇടപെടലുകൾ വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങനെ അത് തുറന്നു വരട്ടെ കർത്താവേ, അങ്ങനെ അത് തുറന്നു വരട്ടെ കർത്താവേ, അങ്ങനെ അത് തുറന്നു വരട്ടെ കർത്താവേ, അങ്ങനെ അത് തുറന്നു വരട്ടെ കർത്താവേ.
റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ് ഞാനിവിടെ എൻ്റെ മൊബൈലിൽ നിന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ നാം കിടക്കുന്നു, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളിൽ തീർന്ന സ്ഥാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. സമകാലിക വിവർത്തനം വായിക്കുന്നത് ഇങ്ങനെ: മരണവുമായി ഏകീഭവിക്കുന്ന സ്നാനം മുഖാന്തരം നാം അവനോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. സ്നാനം നമ്മെ അവനോടുകൂടെ സംസ്കരിച്ചതാണ്. അതാകട്ടെ, അടുത്ത വാക്ക് ശ്രദ്ധിക്കണേ, അതാകട്ടെ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് പിതാവിൻ്റെ മഹത്വത്താൽ ഉയർപ്പിക്കപ്പെട്ടതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ്. അപ്പോൾ നമ്മൾ സ്നാനപ്പെട്ടത് യേശുക്രിസ്തു എങ്ങനെയാണോ മരണത്തിൻ്റെ കെട്ടു പൊട്ടിച്ച് മരണത്തെ ജയിച്ച് കല്ലറയെ തുറന്ന് പാതാളത്തെ തുറന്ന് ഒരു പുതിയ ജീവിതം ജീവിച്ചത്, അതുപോലെ നാം ഈ ഭൂമിയിൽ ഒരു പുതിയ ജീവിതം ജീവിക്കേണ്ടതിനാണ് നാം സ്നാനപ്പെട്ടിരിക്കുന്നത്. ഒരു പുതിയ ലൈഫ് നിങ്ങൾക്കുണ്ടാകണം. ഇതിനെയാണ് റിസറക്റ്റഡ് ലൈഫ് എന്ന് പറയുന്നത്. ഇതാണ് പുനരുത്ഥാന ജീവിതം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങൾ ആ ജീവനിൽ ജീവിക്കും. നിങ്ങൾ ആംപ്ലിഫൈഡിൽ വായിച്ചോ, AMPയിൽ വായിച്ചോ. ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നത് ഒരു ഭയങ്കര കഷ്ടമാണ്, എന്നാലും വായിക്കാം. We have therefore been buried with him through baptism into death, so that Jesus as Christ was raised from the dead through the glory and power of Father. കണ്ടോ, മഹത്വത്താലും പിതാവിൻ്റെ ശക്തിയാലും അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. We too might walk habitually in newness of the life. കണ്ടോ, we too, നമ്മളും കൂടെ എങ്ങനെ നടക്കാൻ അവൻ്റെ ആ മഹത്വം ഹാബിച്വലി. അതിന് ഇങ്ങനെ നിങ്ങൾക്ക് വരുമ്പം അതിൻ്റെ മലയാളം അറിയാത്ത പക്ഷം നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു സൂത്രപ്പണി പറഞ്ഞുതരാം. നിങ്ങൾ അവിടെ അത് കോപ്പി ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അവിടെ എഴുതിയിട്ട് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് ട്രാൻസ്ലേഷനാണ്, ഗൂഗിൾ ട്രാൻസ്ലേഷനാണ്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് പിതാവിൻ്റെ ശക്തിയാലും മഹത്വത്താലും ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുമയിൽ നമ്മുടെ പഴയ വഴികൾ ഉപേക്ഷിച്ച് പതിവായി ഹാബിച്വലി പതിവായി ദിവസവും മരണത്തിൽ പങ്കുചേരാനുള്ള സ്ഥാനത്താൽ നാം അവനോടൊപ്പം സംസ്കരിക്കപ്പെടും. മരണത്തിൽ നമ്മൾ പങ്കുചേർന്ന് എന്തിനാണ്? ഹാബിച്വലി നമുക്ക് നടക്കണം. നമുക്ക് ഹാബിച്വലി ഒരു പുതിയ ജീവിതം നടക്കണം. ഒരു പുതിയ ജീവിതം ഈ ഭൂമിയിൽ നയിക്കേണ്ടതിന്, റിസറക്ഷൻ ലൈഫിൽ ജീവിക്കേണ്ടതിന്, അവന്റെ ജീവിതം ജീവിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മെ അവനോടുകൂടെ കാൽവറിയിൽ ക്രൂശിച്ചു. നമ്മെ അവനോടുകൂടെ അടക്കി. നമ്മെ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. നാമും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതല്ലേ അപ്പൊ കർത്താവ് പറഞ്ഞേ? അപ്പൊ ഇങ്ങനെ നിങ്ങൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ ഉണ്ടാകുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞപ്പോ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് നാൾതോറും എന്നെ അനുഗമിക്കുക. ആരാ ക്രൂശ് എടുക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരു കുറ്റവാളിയാണ് ക്രൂശ് എടുക്കുന്നത്. ജീവിതം അവസാനിപ്പിച്ചവനാണ് ക്രൂശ് എടുക്കുന്നത്. അവൻ ഇനി പഴയ ജീവിതമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യം തോന്നുന്നുണ്ടോ? പഴയ നിലവാരങ്ങൾ മുഴുവൻ
നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി ക്രിസ്തുവിന് വേണ്ടി അവൻ്റെ ജീവന്റെ പുതുക്കത്തിൽ ഒരു പുതിയ ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ റിസറക്ഷൻ ലൈഫ് ദൈവാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കും. നിങ്ങളൊരു അസാധാരണമായ ജീവിതം ആരംഭിക്കാൻ തുടങ്ങും. നിങ്ങൾ മറ്റൊരു തലത്തിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. നിങ്ങൾ പുനരുത്ഥാനത്തോട് നിങ്ങൾ ഏകീഭവിക്കാൻ തുടങ്ങും. അവൻ്റെ പുനരുത്ഥാനത്തോട്, ഈ വാക്യം കൂടെ വായിച്ചു കേട്ടോ, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ, അതെങ്ങനെയാ നടന്നേ? അത് സ്നാനത്താൽ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ, അടുത്ത വാക്ക്, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരാകും. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട്, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തിൽ അതിൻ്റെ ശക്തിയിൽ ഇവിടെ ജീവിച്ചെങ്കിൽ, നാം അതിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ച് ഒരു അമാനുഷിക തലത്തിൽ, ഒരു സൂപ്പർനാച്ചുറൽ തലത്തിൽ നാം ഇവിടെ പാപത്തെ ജയിച്ചുകൊണ്ട്, ലോകത്തെ ജയിച്ചുകൊണ്ട് ജയാളികളായി ജീവിക്കുമെന്നല്ലേ വാക്കിൻ്റെ അർത്ഥം? നിങ്ങളുടെ ജീവിതം അങ്ങനെ ഒരു ജയമായി മാറും. ഉറപ്പ് വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്ന്, വിശ്വാസത്തോടെ അത് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, എൻ്റെ ജീവിതം മുഴുവൻ മാറുകയാണ്, എൻ്റെ ലൈഫ് മുഴുവൻ മാറുകയാണ്, എൻ്റെ ലൈഫ് മുഴുവൻ ഈ റിസറക്ഷൻ ശക്തിയുടെ പ്രതിഫലനമായി മാറുകയാണ്, എൻ്റെ മുറിക്കകത്ത് സാന്നിധ്യം അതുപോലെ ഇറങ്ങി നിൽക്കാൻ പോവുകയാണ്, ഈ ഗ്ലോറിയസ് റിലം എൻ്റെ മേൽ ഓപ്പൺ ആവുകയാണ്, അത് എന്നിൽ ഇതുവരെ ഇല്ലാത്തത് മുഴുവൻ തുറക്കുകയാണ്. അങ്ങനെ ഒരു റിസറക്ഷൻ ലൈഫിൽ ഞാൻ ജീവിക്കാൻ പോകുന്നു. ഒന്നുകൂടെ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കഴിയുന്നവരെല്ലാം, ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല ഇപ്പൊ കേട്ടോ, എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം. എല്ലാം കഴിയുന്നവരെല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ഈ റിസറക്ഷൻ റിലം നിങ്ങളുടെ ഭവനത്തിന്മേൽ തുറന്നു വരും. ഈ റിസറക്ഷൻ റിലം നിങ്ങളുടെ കുടുംബത്തിനകത്ത് തുറന്നു വരും. നിങ്ങളിൽ ഇത് ഓപ്പണായി വരും. നിങ്ങൾ ഇനി ജീവിക്കുന്നവ അവന്റെ ശബ്ദത്തിന്റെ പുറകിലാണ്. ഇനി നിങ്ങൾ അവനെ ചെവി കൊടുക്കുക. ഇനി നിങ്ങൾ അവനെ ചെവി കൊടുക്കുക. ഇനി നിങ്ങൾ അവന്റെ ചെവി കൊടുക്കുക. ഇനി നിങ്ങൾ അവന്റേതായി ജീവിക്കുക. ഈ ഒരു തലം എല്ലാ കുടുംബങ്ങളുടെ മേൽ തുറന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി, ഈ റിസറക്ഷൻ റിലം, ഈ ജീവന്റെ പുതുക്കത്തിന്റെ തലം ഇന്ന് രാവിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല കുടുംബങ്ങളുടെ മേലും ഒരുപോലെ തുറന്നു വരുവാൻ, സകല കുടുംബങ്ങളുടെ മേലും ഒരുപോലെ തുറന്നു വരുവാൻ, സകല കുടുംബങ്ങളും ഇതിന്റെ റിസൾട്ടുകൾ ഓപ്പണായി വരാൻ, അത് തുറന്നു വരും കേട്ടോ. അത് തുറന്നു വരും. ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കുടുംബങ്ങളുടെ മേൽ ഈ തലം തുറക്കും. ശസ്കന, നിന്റെ തലമുറകളുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, ജീവിത പങ്കാളിയുടെ മേൽ എല്ലാം ഈ മേഖലകൾ തുറന്നു വരും. നീ കർത്താവിൽ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവന്റെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ തലം ഓപ്പണായി വരും. ആ റിസറക്ഷന്റെ തലം ഓപ്പണായി വരും. ആ പുനരുത്ഥാനത്തിന്റെ തലം ഓപ്പണായി വരും. ശബനഘടകത്തിന് ആ ഗ്ലോറി റിലം ഓപ്പണായി വരും. ശാപ അന്തൽ ഘടകം ഇനി ഒന്നുകൂടെ ദൈവാത്മാവ് രൂപീകരിക്കും. തള്ളപ്പെട്ടവരുടെ നടുവിൽ, ഒതുക്കപ്പെട്ടവരുടെ നടുവിൽ, അപമാനത്തിന്റെ നടുവിൽ, തകർച്ചയുടെ നടുവിൽ ഈ റിലം തുറന്നു വരും കേട്ടോ. നീ ഉയർക്കാതിരിക്കേണ്ടത് റോമൻ പടയാളികളെ കാവലാക്കി വെച്ച് കല്ലറയുടെ കല്ല് അത് അടച്ച് മുദ്ര വെച്ച് ഇനി ഉയർക്കുകയില്ല, ഇനി പുറത്തു വരികയില്ല എന്നത് ഉറപ്പാക്കി വെച്ചാലും ദൂതൻ ഇറങ്ങും നിനക്ക് വേണ്ടി. ദൈവത്തിന്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങും. അവർ അടച്ചതിനെ തുറക്കാൻ, അവർ വെച്ച മുദ്രയെ പൊട്ടിക്കാൻ, അതിരുകൾ പൊട്ടും. അടച്ചു വെച്ചവനെ അവൻ തുറക്കും കേട്ടോ. അടച്ചു വെച്ചവനെ അവൻ തുറക്കും. ദുഷ്ടൻ അടച്ചതിന്, ശത്രു അടച്ചവന് ഇനി ഇതിനപ്പുറം ഒന്നും നടക്കരുത്. നടക്കാനൊരു സാധ്യതയില്ല. മാനുഷികമായി നടക്കാനൊരു സാധ്യതയില്ല. മറിച്ച് ഇനി നടന്നാൽ തന്നെ അവൻ പുറത്തു വരരുതെന്ന് പറഞ്ഞ് അടക്കേണ്ട വെണ്ണം അടച്ചു വെച്ചിരിക്കുന്ന റിലങ്ങൾ മുഴുവൻ തുറക്കുന്നു. സൂപ്പർനാച്ചുറൽ തുറക്കുക മാത്രമല്ല, നീ പുറത്തു വരരുതെന്ന് പറഞ്ഞ് മനുഷ്യൻ അവന്റെ ശക്തി കൊണ്ട് അടച്ചത്, ഗവൺമെന്റ് അവന്റെ പവർ കൊണ്ട് അടച്ചു മുദ്ര വെച്ച മുദ്രയെ പൊട്ടിക്കുന്ന ദൂതന്മാർ ഇറങ്ങുന്നു. ദൂതന്മാർ
ജീവിച്ചെഴുന്നേറ്റത് പിതാവിന്റെ മഹിമയാൽ, ജീവിച്ചെഴുന്നേറ്റത് പിതാവിന്റെ മഹിമയാൽ. പക്ഷെ ഇപ്പോൾ ജീവിച്ചെഴുന്നേറ്റവനെ പുറത്തു കൊണ്ടുവരുന്നവർ ഇറങ്ങി നിൽക്കുന്ന ദൂതന്മാരാണ്, ഇറങ്ങി നിൽക്കുന്ന ദൂതന്മാരാണ്. ആ ദൂതനെ കല്ല് ഉരുട്ടി മാറ്റി അതിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഇനി ആർ ഇതിനെ അടയ്ക്കും? നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റുമെന്ന് ചോദിച്ച പ്രഭാതത്തിൽ ശിഷ്യന്മാർ, ആ പ്രഭാതത്തിൽ സഹോദരിമാർ നടന്നു വന്നെങ്കിൽ, മക്കളെ നിങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റാൻ സ്വർഗത്തിലും അപ്പോയിന്റഡ് ആക്കിയിരിക്കുന്ന ദൂതന്മാരുണ്ട്. വിശ്വസിക്കുക, ഇന്ന് രാവിലെ വിശ്വസിക്കുക. നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്, നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്, നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. നിന്റെ അവസ്ഥകളുടെ എല്ലാം നടുവിൽ മറുപടിയുണ്ട്, മറുപടിയുണ്ട്, മറുപടിയുണ്ട്. ദൂതന്മാർ, ദൂതന്മാർ, ദൈവം സ്വർഗം നിനക്ക് വേണ്ടി ചില ദൂതന്മാരെ അപ്പോയിന്റ് ചെയ്യുന്നു. കല്ലറയെ തുറക്കാൻ, കാരാഗ്രഹത്തിന്റെ കെട്ടുകൾ അഴിക്കാൻ, നിന്റെ ശരീരത്തിന്മേൽ ബലം പകരാൻ, നിന്നെ 40 ദിവസം മരുഭൂമിയിൽ, നിന്നെ 40 ദിവസം ദൂരയാത്രയ്ക്കായി നിന്റെ ശരീരത്തിന്മേൽ ശക്തി പകരാൻ, മരുഭൂമിയിൽ തുറന്ന ഉറവ് കാണിപ്പാൻ ദൂതന്മാരെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അപ്പോയിന്റ് ചെയ്ത ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു. അപ്പോയിന്റ് ചെയ്ത ദൂതന്മാർ വെളിപ്പെട്ടു വരുന്നു. അവർ പല റിലങ്ങൾ ചുമക്കുന്നവരാണ്. അവരിൽ സൗഖ്യമാക്കുന്ന ദൂതന്മാരുണ്ട്, വിടുവിക്കുന്ന ദൂതന്മാരുണ്ട്, ഗ്ലോറി റിലങ്ങൾ തുറക്കുന്ന ദൂതന്മാരുണ്ട്, വ്യത്യസ്ത തേജസ്സിന്റെ തലം ചുമക്കുന്നവരുണ്ട്, ഉണർവ് വഹിക്കുന്ന ദൂതന്മാരുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചിനകത്ത് തുറന്നു നിന്നിരുന്നു. ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത് കണ്ടവർ ചർച്ചിലുണ്ട്. വിശ്വസിക്കുക, ഇന്ന് രാവിലെ എന്റെ ഭവനത്തിനകത്ത് ഏഞ്ചലിക് എൻകൗണ്ടർ നടക്കും. ഇതിറങ്ങിയാൽ നിന്നെ അടച്ചിട്ട കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കും കേട്ടോ. ഇത് അടച്ചിട്ടാൽ നീ പുറത്തു വരരുന്ന് പറഞ്ഞ് മുദ്ര വെച്ച റോമൻ ഗവൺമെന്റിന്റെ മുദ്ര പൊട്ടും കേട്ടോ. ഇത് സംഭവിച്ചാൽ ഈ ദൂതൻ, ഈ ഏഞ്ചലിക് റിലം ഓപ്പൺ ആയാൽ ഉരുട്ടിവെച്ച കല്ല് അവർ തിരിച്ചുരുട്ടും. നീ പുറത്തു വരാതിരിക്കാൻ അവർ ഉരുട്ടിവെച്ച് അടച്ച കല്ല് അവർ തിരിച്ചുരുട്ടും. തിരിച്ചുരുളുന്നു. തിരിച്ച് ഇന്ന് രാവിലെ ചിലത് ഉരുളാൻ പോകുന്നു. ഉരുളും. നിന്റെ കുടുംബം പുറത്തു വരാതിരിക്കാൻ, നിന്റെ കുടുംബം പുറത്തു വരാതിരിക്കാൻ, നിന്റെ തലമുറ വിടുവിക്കപ്പെടാതിരിക്കാൻ, നിന്റെ കുടുംബം പണിയപ്പെടാതിരിക്കാൻ, നിന്റെ ഫൈനാൻഷ്യൽ റിലത്തിൽ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കാതിരിക്കാൻ, നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കാതിരിക്കാൻ ഉരുട്ടിവച്ചവനെ തിരിച്ചുരുട്ടുന്ന എന്തോ ആ പദം എന്റെ അകത്ത് ആവർത്തിച്ച് സങ്കീർത്തനം 27 ദാവീദ് പറഞ്ഞതുപോലെ, യഹോവയുടെ എന്റെ ഹൃദയത്തിൽ ഞാനൊരു ശബ്ദം കേൾക്കുന്നു, എന്റെ ഹൃദയത്തിൽ ഞാനൊരു ശബ്ദം കേൾക്കുന്നു. എന്തോ ഒരു ശബ്ദം ഞാൻ ഈ രാവിലെ കേട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ ഉരുട്ടിവെച്ചതിനെ, മനുഷ്യൻ അടച്ചു വെച്ചവനെ തിരിച്ചുരുട്ടുന്ന ദൂതൻ, തിരിച്ചുരുട്ടാൻ ദൈവം അപ്പോയിന്റ് ചെയ്ത ദൂതൻ എന്നും നീ അടച്ചതിന്റെ അകത്തിരിക്കുകയില്ല. ഓരോ കുടുംബങ്ങളുടെ മേൽ ഇന്ന് രാവിലെ ഇത് ഇറങ്ങട്ടെ. ഓരോ കുടുംബങ്ങളുടെ മേൽ അത് ഇറങ്ങട്ടെ. വാഗ്ദത്തം ചെയ്തവൻ പറഞ്ഞ സമയം, മനുഷ്യപുത്രൻ 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിൽ യോന ഇരുന്നത് പോലെ ഭൂമിയുടെ അകത്തിരിക്കേണ്ടതല്ലയോ? അതിനപ്പുറം 4-മത്തൊരു ദിവസം അവിടെ ഇരുത്താൻ പറ്റുകയില്ല. ഒരു ദിവസം വാഗ്ദത്തം താമസിക്കാൻ കഴിയുകയില്ല. ഒരു മിനിറ്റ് വാഗ്ദത്തം താമസിക്കാൻ കഴിയുകയില്ല. ഒരു ദിവസം നിന്നെ ഇങ്ങനെ വിടാൻ ദൈവം അനുവദിക്കുന്നവനല്ല. ഈ രാവിലെ നമുക്ക് വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ നൽകി. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞാൻ ഇന്നലെ രാത്രി
സാധാരണ ഞാൻ രാവിലെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ദിവസം തലേദിവസം രാത്രി ഞാൻ ലിങ്ക് ഇടാറുണ്ട്. ഇന്നലെ രാത്രി ലിങ്ക് ഇടാൻ പറ്റിയില്ല, കാരണം എൻ്റെ മൊബൈൽ ഓഫായി പോയിരുന്നു. രാവിലെ ഞാൻ വീട്ടിൽ വെളുപ്പിന് വന്ന എനിക്ക് 1:30-ക്കോ 2-നോ വേണമെങ്കിൽ ലിങ്ക് ഇടാമായിരുന്നു. പക്ഷേ ഞാൻ കിടക്കുന്നത് 2:30-ക്കോ 3-നോ ആണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ല എന്നൊരു തളർച്ച എൻ്റെ ബോഡിയിലുണ്ടായിരുന്നു. കണ്ണ് നീറുകയാണ്. പക്ഷെ എന്നാലും എനിക്ക് എഴുന്നേൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ദൈവാത്മാവിൻ്റെ ഒരു പ്രസൻസ് ഇതിനകത്ത് തുറന്ന് കിടക്കുക. രാവിലെ അത്രയും ലേറ്റായിട്ട് കിടന്നിട്ട് ഞാൻ വീണ്ടും രാവിലെ എഴുന്നേൽക്കാനുള്ള കാരണം അതാണ്. നിങ്ങൾക്കറിയാലോ, ലിങ്ക് ഞാൻ ഇടാറുണ്ട്, ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് അയക്കാറുണ്ട്. ഇന്നലെ ആർക്കും അത് അയച്ചില്ല, കാരണം ഞാൻ എഴുന്നേൽക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. അയച്ചിട്ട് ഞാൻ കയറാതിരുന്നാൽ എനിക്ക് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ കയറാൻ കാരണം അങ്ങനെ പ്രസൻസ് ഇതിനകത്ത് തുറന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ രാവിലെ എത്ര ലേറ്റായാലും കയറി വരുന്നത്. നിങ്ങളുടെ മുറിയിൽ നമ്മളെല്ലാം എനിക്കറിയാം അത്യാവശ്യമായിട്ട് ജോലിക്ക് പോകേണ്ട ആരിലൊക്കെ ചിലപ്പം അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നവരുണ്ടായിരിക്കും. ഈ മീറ്റിങ്ങിൽ ഞാൻ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കേട്ടോ. നിങ്ങൾ രാവിലെ നിങ്ങളുടെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്നത്. അല്ലാത്തവർ പ്രാർത്ഥന പങ്കെടുക്കുന്നവർ 2-3 മിനിറ്റ് നേരം നിങ്ങൾ കിടക്കുന്ന കിടപ്പാണോ ഇരിക്കുന്ന ഇരിപ്പാണോ, നിങ്ങൾ ഇരിക്കുകയാണോ കിടക്കണോ ഒന്നും എനിക്കറിയില്ല. ഇരിക്കുന്നവർ നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാക്കിയിട്ട് കർത്താവിനെ മാത്രം ഒന്ന് ധ്യാനിച്ചേ. ഞാൻ ഇതിനു മുമ്പ്, ഈ കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ച ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നൊരു കാര്യം വചനം കേട്ട ശേഷം ഞങ്ങൾ കർത്താവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് മനസ്സിനകത്ത് മറ്റൊന്നും വരാതെ കർത്താവിനെ മാത്രം ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം. ആ സമയത്താണ് ഹയർ ഇലത്തിലുള്ള എൻകൗണ്ടറുകൾ അനുഭവിച്ചിട്ടുള്ളത്. ആ സാന്നിധ്യത്തിനകത്ത് പ്രസൻസ്, നമ്മൾ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നടന്ന് വചനമൊക്കെ കേട്ട് വചനം ഹൃദയത്തിനകത്ത് മാത്രം മനസ്സിനകത്ത് ഇങ്ങനെ നിറച്ച് നമ്മൾ കർത്താവിനെ മാത്രം ധ്യാനിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങ് വ്യാപരിക്കാൻ പെടും. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ കർത്താവിന് ആരാധന കൊടുക്കണം, ചാടണം, നൃത്തം ചെയ്യണം, എല്ലാം നല്ലതാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ ഫെയ്ത്തിനകത്ത് അവനെ മാത്രം ധ്യാനിച്ചിരിക്കുമ്പോൾ ഇതുവരെ ധ്യാനിച്ചതിന് അപ്പുറമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിവർത്തനം നിങ്ങൾ വെളിപ്പെടാൻ പെടും. കണ്ണുകളെല്ലാം അടച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലാണിത് ഏറ്റവും കൂടുതൽ നന്നായിരിക്കുക. കണ്ണടച്ചുകൊണ്ട് അവനെ മാത്രം ഒന്ന് ധ്യാനിക്കാമോ? ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ കർത്താവ് എന്നെ പണിയേണ്ടത് അവൻ എൻ്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. എനിക്കൊരു പുതിയ ജീവിതം അവൻ തന്നു. ഈ ജീവിതം എനിക്ക് വേണ്ടി ജീവിക്കാനല്ല, ഈ ജീവിതം അവന് വേണ്ടി ജീവിക്കാനാണ്. അതുകൊണ്ട് കർത്താവേ, എനിക്ക് എന്നെ തന്നെ ത്യജിച്ച് അങ്ങയുടെ ക്രൂശെടുത്ത് നാൾ തോറും എനിക്ക് അങ്ങയെ പിൻപറ്റണം. എനിക്ക് അങ്ങയുടെ രാജ്യത്തിൻ്റെ മഹിമയോടെ കാണണം. എനിക്ക് മറ്റൊന്നിലും ഞാൻ എൻ്റെ ചിന്ത പെട്ടുപോകാതെ എനിക്ക് അങ്ങയോളം വളരണം. അങ്ങനെ മാത്രം ധ്യാനിച്ച് നമ്മുടെ കർത്താവ് ഉയർന്ന രൂപാന്തരമലയുടെ മുകളിലേക്ക് 3 പേരെ കൊണ്ടുപോയി. അതിൻ്റെ നടുവിൽ വെച്ച് അവൻ രൂപാന്തരപ്പെട്ടു. ഉയർന്ന മലയുടെ മുകളിൽ ഒരു രൂപാന്തരം നടക്കാൻ പോകുന്നു. ഹയർ ഇലത്തിലേക്ക് കയറി വരുന്നവരുടെ മുറിയിൽ, അവരുടെ ബോഡിയിൽ ഒരു പുനരുത്ഥാനത്തിൻ്റെ തലം തുറക്കാൻ പോകുന്നു. നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ദൈവത്തിൻ്റെ തേജസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നു. ഇതൊരു ദൈവാത്മാവിൻ്റെ ചലനമാണ്. ഇത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഇപ്പോൾ ഈ രാത്രിയിൽ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക തലത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് അനുഭവിക്കുമാറ് ദൈവിക പ്രസൻസ് നിങ്ങളുടെ ബോഡിയെ മൂടാൻ പോകുന്നു. ഇവിടെ റെവലേഷൻ്റെ റിലം തുറക്കും. ഇവിടെ നിങ്ങൾ വെളിപ്പാടുകൾ കാണാൻ തുടങ്ങും. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കേട്ടൊരു സാക്ഷ്യമാണ്. നിങ്ങൾക്കറിയുന്നൊരു വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിരുന്നു. വീണ്ടും ഞായറാഴ്ച രാവിലെ നടന്ന ആരാധനയിൽ വീണ്ടും അത് ആരംഭിക്കാൻ തുടങ്ങി. കൃത്യമായി താൻ വെളിപ്പാടുകൾ കാണാൻ ആരംഭിച്ചു. ഇതിനകത്തത് തുറക്കും കേട്ടോ. റെവലേഷൻ്റെ റിലം ഇതിനകത്ത് ഓപ്പണാകും. ഇപ്പോൾ ഓപ്പണാകും. ഞാനത് പറയാം, അതിനാണ് ഈ പറഞ്ഞു വരുന്നത്. നിങ്ങളൊരു സൂപ്പർ നാച്ചുറൽ റിലത്തിലേക്ക് എൻ്റർ ആകും. പ്രാർത്ഥിച്ചു, ഒരു സൂപ്പർ നാച്ചുറൽ റിലം ഇതിനകത്ത് തുറന്നു വരട്ടെ. കിങ്ഡം റിലം ഇതിനകത്ത് ഓപ്പണാകട്ടെ. നിങ്ങൾ രാജ്യത്തിനകത്ത്, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിനകത്ത് വെളിപ്പെട്ടു വരുന്നത് കാണുമ്പോൾ മരണം ആസ്വദിക്കാത്ത ചിലർ,
കിങ്ഡം നിങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണട്ടെ. റബന്ധനാദിനാഥന ഹൃഗശ്വസ്കനാദിനാഥന ലഗത്തുരീബിനി ഹർഷസ്കനാദിനാഥന. മോളെ ആര്യ റോസ്, നിന്റെ ശരീരത്തിൽ ഇങ്ങനെ കിങ്ഡത്തിന്റെ പവർ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. ലീപാന കസിയ എപ്രകാം നിങ്ങളുടെ ഓഡിയോകൾ ഓൺ ചെയ്യാതിരിക്കുക, നിശബ്ദമായിട്ടിരിക്കുക ദൈവസന്നിധിയിൽ, മറ്റൊന്നും ധ്യാനിക്കാതെ. നമുക്ക് നിശബ്ദമായി ദൈവത്തെ ധ്യാനിച്ചിരിക്കാൻ നമുക്കറിയില്ല. ഭയങ്കരമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. അനിത ഷാജി പല അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹയർ ഇലത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകാൻ പോകുന്നു. പലതും എതിരാണ്, പക്ഷേ ദൈവം അനുകൂലമാണ്. കർത്താവ് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോരാ, കഴിഞ്ഞ ദിവസമൊക്കെ ഒരു മെസ്സേജ് അയച്ചിരുന്നു. എനിക്കെന്നെ തിരിച്ച് മറുപടി കൃത്യമായിട്ട് അയക്കാൻ കഴിഞ്ഞില്ല, ഞാൻ അത്ര തിരക്കിലായിരുന്നു. അതെ, നീ അനുഭവിച്ചു എന്ന് പറയുന്ന ദൈവസാന്നിധ്യം, നീ അനുഭവിച്ചു എന്ന് പറയുന്ന ഏഞ്ചലിക് പ്രസൻസ്, അതിൻ്റെ ഹയർ ഇലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. ഇന്ന് രാവിലെ ഞാൻ അതിനായി നിന്നെ ബ്ലസ് ചെയ്യുന്നു. ഷഖബ റിഗക്ഷസ്കന ലിഗത്തിനേരികി അണ്ടസ്കനാദിനാദന ലഗച്ചിനി അത്തൽക്കേദിനി വൈഷസ്കനാദിന റബന്തിരീബിനി ഹർഷസ്കനാദിനാദന ലഗത്തിരീബിനി ഹർഷസ്കന. സദാശിവബദർ ഞായറാഴ്ച ഉണ്ടായ അനുഭവത്തിൻ്റെ ഹയറിലം വെളിപ്പെടും. മനസ്സിനെ പണിയാൻ റെഡിയായിക്കൂ. മനസ്സിനെ പണിയാൻ റെഡിയാകുക. മനസ്സിനെ ജീവനാൽ പണിയുക. ഓ ഷഖ ബഹാദിനി ഹൽക്കേച്ചിനി ഹംദുരിബിനി ഷഖീനി അച്ചത്തനി വൈഡികോ അന്തുരുജിമി ഹംദൽക്കേദന ലഗത്തിനി ജന വൈഷസ്കനെ ലംചിനി വൈഷു ഇനിപ്പിക്കുന്ന രഗട്ടിസ്കനാദിന ലേ അന്തിരി ഔഷിപ്പിനി ഔഷിപ്പിനി ഓൽക്കജന ഹെതിരിബിനി ശിഷന്തൽക്കനാദിന. അങ്ങനെ കാണത്തക്കവണ്ണം പ്രത്യക്ഷത്തിൽ ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ റിലം നിങ്ങളുടെ മേൽ തുറന്നു വരും. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ലീല സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നു. ലിറ്റി സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗ്രേസി ടീച്ചറെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിൽ കണ്ടിട്ടുള്ള വെളിപ്പാടുകളുടെ എല്ലാം ഹയർ റിലങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ റിലം ഓപ്പൺ ആകാൻ തുറക്കും കേട്ടോ, അത് തുറക്കും. സജിനി സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നു. ലിനി അഗസ്റ്റ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കുമ്പോൾ അതോറിറ്റി ഓപ്പൺ ആകും. അധികാരം ചലിക്കാൻ തുടങ്ങും. അധികാരം ചലിക്കാൻ തുടങ്ങിയാൽ അവിടെ ശക്തി പ്രദർശനമായി വെളിപ്പെടും. അവിടെ ആ വാഗ്ദത്തങ്ങൾ മുഴുവൻ നിവർത്തിക്കപ്പെടും. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. കിങ്ഡത്തിന്റെ എക്സ്പാൻഷൻ ശക്തിയിലൂടെ തുറന്നു വരും. അധികാരമാണ് നിയമപരമായി ഇത് ചലിക്കാൻ കാരണം. ശക്തിയാണ് അവനെ നിവർത്തിക്കുന്നത്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. പ്രിയങ്ക സിസ്റ്റർ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഹന്നമോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. സോജി സിസ്റ്റർ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേലെ റിലം ഓപ്പണായി വരാൻ, അതിൻ്റെ ഹയർ റിലങ്ങൾ തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. റിബന്ധരാധന ഷസ്കനാദിനാഥ. ഇത് ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ ഇതിൻ്റെ ഹയർ റിലങ്ങൾ തുറന്നു വരും. ഉഷ നെറ്റോ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉഷ രാമകൃഷ്ണൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രമീള സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രഭ ജോർജ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷലോമി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡെൽഫി സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നു. രചന ഫിലിപ്പ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ റിലങ്ങൾ തുറന്നു വരട്ടെ. ഇവരുടെ മേൽ ബ്രേക്ക് ത്രൂകൾ സംഭവിക്കട്ടെ. ഐഷ ബീവി ഞാൻ പ്രാർത്ഥിക്കുന്നു. തോമസ് ബാബു ബ്രദർ തുറന്നതിൻ്റെ ഹയർ റിലങ്ങൾ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിഷ ബിജു, ഷൈനി സിസ്റ്റർ ഇത് സൗഖ്യമായി തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സുസമ സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്ലോട്ടോ ജോസി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. സോണിയ പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷാപ റഗഷസ്കര സനു അബിഗയിൽ മോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വല്യമ്മ സിസ്റ്റർ ശുഭ വർഗീസ് ഷസ്കനാഥ് ഇതിന്റെ ശക്തി തുറക്കട്ടെ അപ്പ. ജേക്കബ് ബ്രദർ, മിനി മറിയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
അങ്ങനത്തെ തലങ്ങൾ ഓപ്പൺ ആകട്ടെ. റീത്ത സിസ്റ്റർ, ഡെയ്സി ഡേവിഡ്, ജെസ്സി ജേക്കബ്, മോളി ജോസഫ്, കർത്താവ് ഇവരെല്ലാം ഇത് തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. റോസ്ലി ജോസഫ്, ഇത് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. തുറന്നു വരട്ടെ അപ്പാ, തുറന്നു വരട്ടെ. ഇവർക്ക് ഇവരുടെ മനസ്സിനെ ക്രമീകരിപ്പാൻ. നിഷ ബിജു, തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. തുറക്കാൻ പേരെഴുതാത്തൊരു ചാറ്റുണ്ട്, ഞാൻ ആ ചാറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷഖബ ഹൽക്കദിനി ലായുഷിബിനി ആംദലോബിനി ഹത്തൽ കടകദന ഷസ്കനാദിന പ്രൗഢവന ഘടകദന വൈശ്വ പ്രൗഢവന ഘടകദനം. ലിൻസി, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. രൂപാന്തരപ്പെടാൻ തുടങ്ങിയ കർത്താവിൻ്റെ നടുവിലേക്ക്, കർത്താവിൻ്റെ മുമ്പിലേക്ക് മുകളിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മേഘമിറങ്ങി വന്നതുപോലെ പ്രത്യക്ഷത്തിൽ ചിലത് ഹെവനിൽ നിന്ന് ഇതിനകത്ത് ചില മുറികളിൽ ഇറങ്ങി വരാൻ ദൈവം കണ്ട സമയമായതിനായി ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ അത് തുറന്നു വരട്ടെ. കാണത്തക്കവണ്ണം, അനുഭവിക്കത്തക്കവണ്ണം ഹെവൻ റിലങ്ങൾ, പ്രത്യക്ഷത്തിലുള്ള ദൈവിക ഇടപെടലുകൾ ഈ ഭവനത്തിന് മേൽ തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്ന് കൃത്യമായി ഒന്നുകൂടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുഭവിക്കട്ടെ. ഞാനിവരെ അവനായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെ മുഴുവൻ ബ്ലസ് ചെയ്യുന്നു. ബ്ലസ്സഡായി മാറട്ടെ. എല്ലാ മേഖലകളും തുറന്നു വരട്ടെ. ഇവരുടെ ലൈഫ് ചേഞ്ച് ആകട്ടെ. ഇവരുടെ മുമ്പിൽ ദൈവാത്മ പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ നിവർത്തിക്കപ്പെടട്ടെ. റെവലേഷനുകൾ തുറന്നു കൊടുക്കണമേ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകേണ്ട വ്യക്തികളിൽ സൗഖ്യദായക ശക്തി തുറക്കണമേ. ഉരുട്ടിവെച്ച കല്ലുകൾ തിരിച്ചുരുട്ടുന്ന ദൈവത്തിൻ്റെ അപ്പോയിന്റഡ് ദൂതന്മാർ ഇവർക്ക് വേണ്ടി ഇറങ്ങട്ടെ. കർത്താവ് ചെയ്തനായ സ്തോത്രം. മഹത്വം കുഞ്ഞാടിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.